നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ ഒരു ചതി അവന് സംഭവിച്ചെന്ന് പറയുന്നല്ലോ. എത്ര തല തല്ലിയാലും തീരാത്ത പാപമാണല്ലോ ദേവി എന്റെ മേല് വന്നിരിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം തന്നെയാ, പക്ഷെ തന്നോടുള്ള പകയാ. ആ പകയാണ് തന്നെ ഞാൻ താലി കെട്ടാൻ പോയപ്പോ ശാപത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്ന. അത് സത്യമ്മയുടെ സ്വാർത്ഥതയാണെന്നേ പറയാൻ പറ്റൂ. ഒരിക്കലും ഒരു വാക്ക് പോലും എതിർത്ത് പറയാത്ത മകൻ ആ നിമിഷം അമ്മയെ തള്ളി പറഞ്ഞുകൊണ്ട് എന്റെ കൈ പിടിച്ചപ്പോ അവര് തകർന്നു പോയില്ലേ വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടന്റെ സ്നേഹം മുഴുവൻ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അകറ്റി നിർത്തുന്നതിന്റെ കാര്യവും മകന്റെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാ. അതുകൊണ്ട് ഇനി സത്യമ്മ വന്ന എതിർപ്പ് കാണിക്കരുത്. ദയവേത് വിഷ്ണുവേട്ടൻ മാതൃശാപം വാങ്ങിച്ചു കൂട്ടരുത്. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തന്നെ പോലെ ഈ ലോകത്ത് താൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്റെ അമ്മ തന്നെ. എന്നിട്ടും ആ അമ്മ ഒന്ന് വേദനിച്ചപ്പോ തന്റെ മനസ്സ് നൊന്തു. ആ വേദന എന്റെ അമ്മയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചങ്ക് പൊട്ടുന്ന എത്ര അനുഭവങ്ങൾ എന്റെ അമ്മയിൽ നിന്ന് തനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം താൻ എങ്ങനെ മറന്നേ? അത് മനുഷ്യർക്ക് മാത്രം അനുവദിച്ചു കിട്ടിയിട്ടുള്ള കഴിവാ വിഷ്ണുവേട്ടാ. എല്ലാം മറക്കാനും പൊറുക്കാനുമുള്ള കഴിവ്. സങ്കടം ഉണ്ടായ നമ്മൾ പെട്ടെന്ന് കരയില്ലേ, അതുപോലെ പെട്ടെന്ന് ആ സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുകയും ചെയ്യും. ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ആത്മനിയന്ത്രണം വിടാതെ എല്ലാവരും പിടിച്ചു നിൽക്കുന്നത്. ഒട്ടും പറ്റാത്ത ആൾക്കാര് സ്വയം ഒടുങ്ങി ഇല്ലാതാവുന്നത്. ഒന്നും ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കുള്ള ജീവിതവും സന്തോഷവും എന്നെങ്കിലും ഒരിക്കൽ നമുക്കൊപ്പം ഉണ്ടാവും. അതുവരെ ഈ ഓട്ടം തുടരാം അല്ലേ? ഹലോ മാഡം. അമ്മ എന്തി ശാന്തേച്ചി? ഹോസ്പിറ്റലിൽ നിന്ന് മോള് ഫോൺ ചെയ്തത് മുതൽ പൂജാമുറി കയറി ഇരിക്കുവാ. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഒരേ നിപ്പ. വിളിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുന്നുമില്ല. സങ്കടം കാണും. ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളല്ലേ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. എന്റെ അവസ്ഥ അതുപോലൊക്കെ തന്നെയായിരുന്നു. ഓരോരുത്തർ വന്ന് അമ്മ ചീത്ത പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കണ്ടേ. എന്നിട്ടിപ്പോ വിഷ്ണുമോൻ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. പിന്നെയും ചെല്ലേണ്ടത് അവരുടെ ഇടയിലേക്കാണല്ലോ. പോലീസുകാരാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിരലിലെണ്ണാവുന്ന 1-2 പേരെ ഒഴിച്ച് ബാക്കി ആർക്കും മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ല. പിന്നെ ചന്ദ്രബോസിന്റെ നിർദ്ദേശങ്ങളും. പോലീസ് ക്യാമ്പിൽ കടുത്ത ട്രെയിനിങ് ഉണ്ടെന്നല്ലേ ഇവരിങ്ങനെ ആവുന്നത്. കാക്കിയിട്ട എന്തും ചെയ്യാന്നുള്ള തന്റെ ഇടമുണ്ട്. ഇത്രയും സ്വാധീനവും കളക്ടർ പദവിയുള്ള എന്നെ ഇട്ട് ഓടിച്ചു. അപ്പൊ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണ്ടല്ലോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഒരു ചായ കിട്ടിയാൽ നന്നായിരുന്നു ചേച്ചി. ആ, ഞാൻ ഇപ്പൊ എടുക്കാം. മോളെ
അമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ലണം. കരഞ്ഞു കരഞ്ഞൊരു പാകമായ അവസ്ഥയിലാ. ആശ്വസിപ്പിക്കാൻ ഞാൻ പലതും പറഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം പറ്റില്ലെന്ന് പറഞ്ഞ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ആ ഒരു ആശ്വാസമുണ്ട്. ഞാൻ എന്തായാലും അമ്മയൊന്ന് കാണട്ടെ. ദേവി, അങ്ങ് നേരിട്ടതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയില്ല ഞാനിപ്പോ നിൽക്കുന്നത്. എങ്ങനെയാ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്? എന്റെ വിഷ്ണുമോനോട് ഞാൻ അങ്ങനെ ചെയ്യോ? എന്റെ മോളുടെ താലി അറുത്ത് കളയാൻ ഞാൻ ശ്രമിക്കൂ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ വേദനിപ്പിച്ചവരുടെ മാനസികാവസ്ഥ. ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് മനസ്സുഖം അവർക്ക് കിട്ടുന്നത്? അന്നത്തെ ദൈവികമായിട്ട് കാണുന്ന എനിക്ക് തന്നെ ഈ ഗതി വന്നല്ലോ എന്റെ ദേവി. എന്റെ ശാലിനിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അങ്ങയുടെ മുന്നിൽ നിന്ന് സ്വയം ദഹിക്കുക ഞാൻ. ഈ ഒരു ആപത്ഘട്ടത്തിൽ നിന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്റെ ദേവി. ഇതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി കൊടുക്കണേ ദേവി. എന്റെ വിഷ്ണുമോന് ഒരാപത്തും വരുത്തല്ലേ. ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാ ഞാൻ ഈ കേണപേക്ഷിക്കുന്നത്. എന്റെ മോളെക്കാൾ കൂടുതൽ പരിഗണന ഞാൻ എന്റെ വിഷ്ണുമോന് എന്നും കൊടുക്കാറുള്ളതാണ്. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ ഒരു ചതി അവന് സംഭവിച്ചെന്ന് പറയുന്നല്ലോ. എത്ര തല തല്ലിയാലും തീരാത്ത പാപമാണല്ലോ ദേവി എന്റെ മേല് വന്നിരിക്കുന്നത്. അമ്മേ, മോളെ, ഇതെന്തൊരിരിപ്പ അമ്മ ഇത്? മോളെ, അമ്മ എന്താ ഇത്? എന്റെ പൊന്നു മോളെ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എന്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായി കേൾക്കുന്നതൊക്കെ. എന്റെ കൈപ്പിഴ കൊണ്ട് അങ്ങനെ സംഭവിക്കുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.